നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDS കുന്നുമ്മൽ മല്ലിക JLG ഗ്രൂപ്പും സംയുക്തമായി നടപ്പിലാക്കിയ ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെണ്ടയാട് കുന്നുമ്മലിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ലത നിർവഹിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കുന്നുമ്മൽ മല്ലിക JLG ഗ്രൂപ്പും സംയുക്തമായി നടപ്പാക്കിയ ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ലത നിർവഹിച്ചു. മല്ലിക JLG ഗ്രൂപ്പിന്റെ എല്ലാവർക്കും ഗ്രൂപ്പ് അംഗങ്ങൾക്ക് എല്ലാവർക്കും കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മുടെ പദ്ധതി വിശദീകരണം ഇവിടെ കൃഷി ഓഫീസർ അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നു. ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കേരളം പടിപടിയായിട്ട് എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തതയിലേക്ക് പോകണമെന്ന് നമ്മൾ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂവിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ, നമുക്കും ഇവിടെ പൂവുണ്ടാക്കാൻ വേണ്ടി കഴിയണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി നിർവഹിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തുന്നത്. പക്ഷെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കാരണം നമ്മൾ ഉദ്ദേശിച്ച നിലയിൽ എല്ലാവരുടെയും ഇതേപോലെ അത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. കൃഷി ഓഫീസർ ആനന്ദ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് അംഗങ്ങളായ മഹിജ P, ജിയേഷ് KC, കനകരാജ് NP, ബീന M, അഗ്രികൾച്ചർ SRP രജിഷ, ബാലൻ വയലേരി, വിജീഷ് P, കൃഷി അസിസ്റ്റന്റ് അഞ്ജു, CDS ചെയർപേഴ്സൺ ശ്രീജിന NS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡംഗം ഗിരീഷ് പുതിയാൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് അരുൺകുമാർ നന്ദിയും പറഞ്ഞു. കുനിയിൽ വിലാസിനിയുടെ നേതൃത്വത്തിൽ JLG മല്ലിക ഗ്രൂപ്പാണ് കൃഷി ഇറക്കിയത്. ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയിൽ വിളവെടുത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പഞ്ചായത്ത് ഓണം ചന്തയിലേക്ക് JLG ഗ്രൂപ്പ് കൃഷി ഓഫീസർക്ക് കൈമാറി. കുറെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അന്നൊന്നും ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് കൊണ്ടുവരാൻ കർഷകരായിട്ടുള്ള ആളുകൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പൊ 2-3 വർഷങ്ങളായി ഇത് കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ ഏറ്റെടുക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷം. എല്ലാ വീടുകളിലും, കേരളത്തിലെ എല്ലാ വീട് കിണറുകളിലും ആ ക്ലോറിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നാളെയും മഹാസംഭവം തന്നെയാണ്. അപ്പം അതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ആ ചടങ്ങിന് ശേഷം ആണ് ഈ ഒരു ചടങ്ങിൽ ഞാനും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ. ഞാൻ ഗുണ്ടൽപേട്ട പോയിരുന്നു. അതും ഇതുപോലെ ഒരുപാട് ചെണ്ടുമല്ലി കൃഷി മറ്റും ചെണ്ടുമല്ലി പൂക്കളും മറ്റും കാണാനിടയിൽ. എന്തുകൊണ്ട് അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് എല്ലാം പറ്റുന്നത് ഒരു വീടുണ്ടെങ്കിൽ അതിൽ തെങ്ങുണ്ടാവും, കവുങ്ങുണ്ടാവും, വില ഉണ്ടാവും, ജാതി ഉണ്ടാവും, സകലം ആ ഒരു വീട്ടുപറമ്പിൽ നല്ല ഒരു സ്ഥലം കണ്ടെത്തുകയും അതുപോലെ അതിൻ്റെ കൃത്യമായ പരിചരണവും ഒക്കെയാണ് മഴ കൂസാക്കാതെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുപ്പുണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തത്. പഞ്ചായത്തിൻ്റെ എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത പരിപാടികളിലൊക്കെ ഇതിൻ്റെ വിപണി നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായി ഇതൊരു പ്രോത്സാഹനമായി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. കുടുംബശ്രീയിലെ അംഗങ്ങൾ നട്ട ഈ ഒരു ഓണത്തിലുള്ള മറ്റു കുടുംബശ്രീക്കാരും ഒരു മാതൃകയായി
കണ്ട് അടുത്ത വർഷവും ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഇതുപോലത്തെ പൂക്കൃഷി കൊണ്ടുവരണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സമഗ്ര ന്യൂസ്, പാനൂർ.